കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രി ഒരുമിച്ച് വീണ്ടും കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഒരിക്കൽ നല്ല ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. 2025 സമാപന ചൊവ്വാഴ്ച രാത്രി കടന്നു വരുവാൻ നീ നമ്മെ സഹായിച്ചുവല്ലോ. കഴിഞ്ഞ ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തിയ എല്ലാ വിധങ്ങൾക്കും നന്ദിയോട് ഇന്ന് രാത്രിയിലും കർത്താവിന് നന്ദി അർപ്പിക്കുവാനൊരു അവസരം ദൈവം നമുക്ക് വേദനിക്കപ്പെട്ടത് ഓർത്ത് സ്തുതിക്കുന്നു. രാത്രിയിൽ ഈ മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ ഈ മീറ്റിംഗ് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ജോസ് ദിവാസം കുടുംബം, അതുപോലെ തന്നെ പ്രിയ സുരേഷ് ബാസർ കുടുംബം, മറ്റായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, പിതാക്കന്മാര്, അമ്മച്ചിമാർ, ആന്റിമാരെല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കും ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട രാത്രി ഒരുമിച്ച് വീണ്ടും ക്ഷേമത്തോടെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഒരിക്കൽ നല്ല ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. അനവധി സംഭവങ്ങളൊക്കെ, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുകയും കാണുകയും ചെയ്ത് അതൊക്കെ ദണ്ഡം ചെയ്ത് ഇന്നത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്ന് ആ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല ഈ അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. നിമിഷങ്ങൾ പാഴാക്കാതെ, സമയങ്ങൾ പാഴാക്കാതെ ഇന്ന് രാത്രിയിലും ദൈവസഭയിലേക്ക് മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ വിടുതലോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൈവം നമ്മെ കൃത്യമായി സംസാരിക്കേണ്ടതിനായി, കൃത്യമായി ഇടപെടേണ്ടതിനായിട്ട് നമ്മുടെ രഹസ്യവും പരസ്യമായിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരന്റെ രാത്രി വെളിപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തീരാം. മറ്റു മുഖവരോടൊന്നുമില്ലാതെ തന്നെ രാത്രി ദൈവാത്മാവ് എനിക്ക് നൽകപ്പെട്ട ദൈവിക ആലോചന അറിയിച്ചപ്പെട്ട നിന്റെ വാക്കൾക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കും. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കേറെ പരിചയമുള്ള സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 6-10. ഒരുത്തന് എന്തു തന്നെ ആയിരുന്നാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചുമിരിക്കുന്നു. ഒരുത്തൻ എന്ത് തന്നെ ആയിരുന്നാലും അവന് പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചുമിരിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചിരിക്കുന്നു. ഈ 2025 സമാപന നിമിഷങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നാം കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത അനവധി സംഭവങ്ങൾ കൂടി തരണം ചെയ്യുവാൻ നാം ആയിരിക്കുകയാണ്. 2025 പ്രാരംഭം കണ്ടവർക്ക് അവസാനം കാണാൻ കഴിയാതെ പലരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, പലരും കിടക്കയിൽ കിടക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾക്ക് നന്ദിയോട് പ്രാണപ്രിയനാകുന്ന കർത്താവിനെ സ്തുതിപ്പാൻ ലഭിച്ച ഭാഗ്യങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നമ്മുടെ ആദരങ്ങൾ തോറും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പുറംപറമ്പിൽ കീടന്ന എന്നെ പറുദീസ വാസം നൽകി, പുറംപറമ്പിൽ കീടന്ന എന്നെ പറുദീസ വാസം നൽകി, രാജാവിൻ വംശം നൽകി, രാജകീയ പുരോഹിതനാം രാജാവിൻ വംശം നൽകി, രാജകീയ പുരോഹിതനാം കരുണയുള്ള എന്നെ യഹോവേ, കരുതലോടെ കാക്കുന്നോനെ, കരുണയുള്ള എന്നെ യഹോവേ, കരുതലോടെ കാക്കുന്നോനെ, കരുണ ഓ എന്നോവേ, കരുതലോടെ കാക്കുന്നോനെ, ഓ കരുണയുള്ള എന്നെ യഹോവേ, കരുതലോടെ കാക്കുന്നോനെ, കരുതലോടെ
കാക്കുന്നോനെ. 2025 സമാപന നിമിഷങ്ങളിലേക്ക് കരുണയുള്ള നമ്മുടെ കർത്താവ് കരം പിടിച്ച് ഇന്ന് രാത്രി കരയണ്ടെന്ന കണ്ണുനീരൊപ്പുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ഇന്ന് രാത്രി സ്വർഗം എഴുന്നേൽക്കുന്ന രാത്രിയാകട്ടെ. തകർത്ത് കളയും, ഉടച്ചു കളയുമെന്ന് വിധി കൽപ്പിച്ച വിധിയുടെ നടുവിൽ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിപ്പാൻ, ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച ഭാഗ്യങ്ങളെ ഓർത്ത് ഇന്ന് രാത്രിയുടെ ആദരങ്ങൾ ചലിപ്പിക്കട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്തുതിപിതാവേ, നല്ല വിളക്കായി സ്തുതിക്കുന്നു. ഇന്ന് രാത്രി വായിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. വചനം വഹിച്ചു പിടിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി വ്യാപരിക്കുന്നതിനായി സ്തുതിക്കുകയാണ്. വചനം പാലായി, വെള്ളമായി, തേനായി, ചുറ്റികയായി, വിത്തായി, പാലായി ചലിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി രാത്രിയിലും വെളിപ്പെടുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ, ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിയോട് പറഞ്ഞുവിടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ 2025 ഈ സമാപന ചൊവ്വാഴ്ച രാത്രിയിലും അങ്ങേ ആരാധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തുതിക്കുകയാണ്. യോബിന്റെ മുൻകാലത്തേക്കാൾ പിൻകാലത്തെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിന്റെ കർത്താവേ അളവറ്റ സാന്നിധ്യം ഈ രാത്രി തിരിച്ചറിയുവാൻ ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, ശക്തി അധികാരത്തോട് അഭിഷേകത്തോട് ആത്മപകർച്ചയോട് വിശുദ്ധങ്ങൾ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരമുറ്റ് കർത്താവ് സ്തുതിക്കാം. 2025 സമാപന ചൊവ്വാഴ്ച രാത്രിയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ 2025 ഇനിയൊരു ചൊവ്വാഴ്ച നമുക്ക് സമാപന ചൊവ്വാഴ്ചയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് രാത്രിയിലെ കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്ക് ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. തിരക്കട്ട ജീവിതത്തിന് നടുവിലും സകലത്തെയും പകഞ്ഞു മാറ്റിയിട്ടുന്ന രാത്രിയിൽ മുഴങ്കാലം അടക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകപ്പെട്ട ഭാഗ്യം ഓർത്ത് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ദേവദാസൻ ഓർപ്പിച്ചതുപോലെ മുഖവരായിട്ട് അനവധി വിഷയങ്ങൾ പ്രാർത്ഥിക്കാനിടയായി. പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്. പിശാച് നമ്മെ തകർത്ത് കളയാൻ വിധി കൽപ്പിച്ചപ്പോഴും അതിന് നടുവിൽ വിധിയെ മാറ്റിക്കൊണ്ടിരുന്ന രാത്രിയിലും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയവീനാകുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനായി സ്തുതിക്കുകയാണ്. അനന്തതയുടെ അണിയകാലങ്ങൾക്ക് മുൻപ് ഗോതമ്പ് മണിയാ സൂക്ഷിക്കപ്പെട്ട ക്രിസ്തു കാലത്തിന്റെ ദൈവങ്ങൾ ഭാവമാകുന്ന ചെത്തിൽ വിതയ്ക്കപ്പെട്ട് കാലത്തിന്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ വരണ്ട നിലത്ത് തയ്യുന്ന പോലെ തളർത്ത് വളർത്തപ്പെട്ട ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ കൊയ്യപ്പെട്ട് പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരി വരെ വിധിക്കപ്പെട്ട് കാലുകളുടെ തിരികളിൽ പൊടിക്കപ്പെട്ട് ദൈവക്രോധാഗ്നിയുടെ ഓർമ്മയിൽ വന്ന് എനിക്കും ഞങ്ങൾക്കും വേണ്ടി ജീവൻ പ്രദാനം ചെയ്യുവാൻ ജീവന്റെ ഒപ്പമായി പുറത്തിറങ്ങി വന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുന്ന ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക സന്ദേശങ്ങൾ അവതരം രാത്രി ഘോഷിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തുതിക്കുകയാണ്. കാലത്തിന്റെ യവനെക്കുള്ളി മറിഞ്ഞുപോയ മഹാന്മാരുടെ കല്ലറകൾ ഇന്ന് മടഞ്ഞു കിടക്കുമ്പോൾ അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് എഴുതപ്പെട്ടൊരു കല്ലറയുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. അവൻ കല്ലറ അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു, മുദ്രകൾ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു. ഇന്ന് രാത്രിയിൽ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ ഈ രാത്രി വന്നിട്ടുണ്ട്. അവനെ എത്ര സ്തുതിച്ചാലും അവനൊപ്പം പറവാൻ ആരുമില്ല. അവനെ പോലെ ആരാധനയില്ല. 1000 സൂര്യൻ ഒരുമിച്ച് നിന്നാലും അവന്റെ പ്രളയമെല്ലാം സാധ്യമല്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടി, ആരാധിക്കുന്ന ദൈവജനത്തിനു വേണ്ടി ഇന്ന് രാത്രി എഴുന്നേൽക്കുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി സ്തുതിക്കുകയാണ്. അവസരങ്ങളൊന്നും പാഴാക്കരുത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഒത്തിരി 21 ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പ്രീസുന്ന രാത്രി പറയട്ടെ, അവിടെ ദൈവദാസന്മാർ ദൈവമക്കൾ ഇരുന്ന് മുഴങ്കാലം മടക്കി പട്ട് പ്രീസലോ അതെ വയറുകൾ ഒട്ടി കണ്ണുകൾ കുഴിഞ്ഞ ദൈവനാമത്തിന് വേണ്ടി മുഴങ്കാലം മടക്കി പ്രാർത്ഥിച്ച അനുഭവ ഭക്തന്മാരുണ്ട്. ഈ 2025 സമാപന നിമിഷങ്ങളിലും ആ ദൈവം പ്രീസ് ജീവിക്കുന്ന ദൈവം നമ്മുടെ രഹസ്യവും പരസ്യമായിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ് വായിക്കാനിടയാണ്. വായിച്ചു ഒന്നുകൂടെ വായിച്ചു. ഒരുത്തൻ എന്തു തന്നെ ആയിരുന്നാലും ജ്ഞാനികളുടെ ന്യായിയാക്കിയ ശലോമോൻ പറയുന്നു, ഒരുത്തൻ എന്ത് തന്നെ ആയിരുന്നാലും അവനെ പണ്ടേ തന്നെ പേർ വിളിച്ചിരിക്കുന്നു. അവനെ പണ്ടേ തന്നെ
പേർ വിളിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചുമിരിക്കുന്നു. മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചുമിരിക്കുന്നു. ഇന്ന് രാത്രി മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചിരിക്കുന്നത് ദൈവം. 2025 സമാപന നിമിഷങ്ങളിൽ ബലമുള്ളവർ, സൗന്ദര്യമുള്ളവർ, പാണ്ഡിത്യമുള്ളവർ, ശ്രേഷ്ഠതയുള്ളവരൊക്കെ ഉള്ളപ്പോൾ ജ്ഞാനികളെ രക്ഷിപ്പിക്കാൻ ബലഹീന തെരഞ്ഞെടുത്ത ദൈവം ബലഹീനരായ നമ്മെ തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഇവിടെ വായിച്ച മനുഷ്യർ എന്ത് തന്നെ ആയിരുന്നാലും നമുക്കറിയാം, ലോകത്തെ കെടുകിട വറപ്പിച്ച അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നേരെ പടവാൾ ഊങ്ങിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ മഹാസമുദ്രമേ, നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ പിടിച്ചടക്കുമായിരുന്നു എന്ന് പറഞ്ഞ വെല്ലുവിളിച്ച അലക്സാണ്ടർ ചക്രവർത്തി ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറങ്ങി കുളിച്ചു, താൻ പനിച്ചു, മരിച്ചു. ലോകത്തെ കിടുകിട പുറപ്പിച്ച അലക്സാണ്ടർ ഒരു നിമിഷം കൊണ്ട് തലകുനിക്കപ്പെട്ടു മരണത്തിന് മുൻപിൽ. ഇന്ന് രാത്രി പറയട്ടെ, മനുഷ്യൻ എന്താകുമെന്നുള്ളത്, എങ്ങനെയായി തീരുമെന്നുള്ളത് വിധി കൽപ്പിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര പാണ്ഡിത്യമുള്ളവനായാലും, എത്ര പണമുള്ളവനായാലും, എത്ര കുടുംബ ശ്രേഷ്ഠതയുള്ളവനായാലും, സൗന്ദര്യമുള്ളവനായാലും, അവൻ എന്തായി തീരുമെന്നുള്ളത് വിധി കൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവം. ഒരിക്കലും ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞ പദം ഞാൻ കടമെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ മണ്ണിലിരിക്കുന്ന ചിതലുകൾ അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. നല്ല സ്പ്രേയൊക്കെ അടിച്ച് പൗഡറൊക്കെ ഇട്ട് നല്ല ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു പോകുന്ന മനുഷ്യൻ ശക്തമായിട്ട് ഞാനെന്ന് പറഞ്ഞ് തല ഉയർത്തി പോകുമ്പോൾ ഈ ചെതലിന് പറയാൻ ഒരു പദമുണ്ട്, ഈ പോകുന്നത് നാളെ എന്റെ ആഹാരമാണ്. ഇവിടെ നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല, ഞാൻ ഇവിടെ നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. മനുഷ്യൻ എന്തായി തീരുമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ജ്ഞാനമുള്ള പാണ്ഡിത്യമുള്ള മനുഷ്യനെ നോക്കിയിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാലും നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ഇന്ന് രാത്രി 2025 സമാപന ചൊവ്വാഴ്ച രാത്രിയിൽ മുഴങ്കാൽ മടങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയുന്ന രാത്രി ആത്മീയ ഉണർവിന്റെ ഇന്ന് രാത്രിയിലും ഒരു കാര്യം വിളിച്ചു പറയാം, നാം എന്തായി തീരുമെന്നുള്ളത് ദൈവത്തിന്റെ വിധിയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. വായിച്ചു നോക്കി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. മനുഷ്യരെന്തായി തീരുമെന്നുള്ളത് വിധിക്കുന്നൊരു ദൈവം. 2025 സമാപന ചൊവ്വാഴ്ചയും ലഭിച്ച അവസരങ്ങളെ പാഴാക്കാതെ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ നാം എന്തായി തീരുമെന്നുള്ളത്, നമ്മൾ എന്തൊക്കെയോ ആകണമെന്ന് നാം ഓടുന്ന ഓട്ടത്തിൽ പലതും പരാജയപ്പെട്ടിരിക്കുമ്പോൾ, എന്തൊക്കെയായി തീരണമെന്ന് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരു ചങ്കരയിലെ വിഷത്തുള്ളിയിലെ മനുഷ്യ ജീവിതം മുളക്ക് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് രാത്രി വചനം പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരു വിധിയുണ്ട്. ഇന്ന് രാത്രി അത് മറന്നു കളയരുത്. ഈ അവസരം ദൈവം നമുക്ക് തന്നതെന്നറിയാമോ? ദൈവം എന്ത് ഒരു മനുഷ്യൻ എന്തായി തീരുമെന്നുള്ളത് ഒരു വിധി ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. 94-ാം സങ്കീർത്തനം 15-ാം വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? വായിച്ചത്, ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. ഇന്ന് രാത്രി ന്യായവിധികളെ തിരിക്കുന്നൊരു ദൈവം. ന്യായവിധി എന്ത് ചെയ്യും? നീതിയിലേക്ക് തിരിയും. നീതിയിലേക്ക്. ഇന്ന് നീതി കിട്ടുന്നില്ല. 10-ാം തലമുറക്കാരനായിരിക്കുന്ന നോഹയ്ക്കാണ് യഹോവയുടെ കൃപ ലഭിച്ചത്. അവനാണ് നീതിമാൻ. ആ നീതിമാനെ രക്ഷിക്കേണ്ടതിന് ദൈവം പറഞ്ഞു, മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ അനുദപിക്കുകയാണ്. അതുകൊണ്ട് എനിക്കും നിന്നെയും നിന്റെ കുടുംബത്തെയും എനിക്ക് രക്ഷിക്കാനുണ്ട്. അതുകൊണ്ട് നീ നിന്റെ കുടുംബത്തെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർക്കണം.
പ്രൈസ് ദി ലോർഡ്. സകല മനുഷ്യരും പെട്ടകത്തിനകത്ത് കയറാതിരുന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പ്രസംഗിച്ച നോഹയുടെ ജീവിതത്തിൽ പ്രൈസ് മഴ പെയ്യുമെന്ന് പറഞ്ഞ് കണ്ണടച്ച് പ്രസംഗിച്ചത് കൊണ്ട് പ്രൈസ് നോഹയെ ഓർത്തൊരു ദൈവമുണ്ട്. നോഹയുടെ കുടുംബത്തെയും ദൈവം ഓർത്തു വിടിവിക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ പ്രൈസ് ദി ലോർഡ് പലരും നമ്മെ ഓർക്കാതിരിക്കുമ്പോഴും ഈ രാത്രി മുഴങ്കാലമടക്കി ദൈവത്തെ ആരാധിക്കുമ്പോഴും ഭവനങ്ങളിൽ ഇരുന്ന് ഈ ശബ്ദം കേൾക്കുമ്പോഴും ഇന്ന് രാത്രി നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അത് മറന്നു കളയരുത്. നമ്മൾ ചിന്തിക്കും ആരും കാണുന്നില്ല, കേൾക്കുന്നില്ല, ആരും പ്രൈസ് കണ്ടുപിടിക്കുന്നില്ല. ദൈവം പറയുന്ന മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴും മറുസൈഡിൽ സൂത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി പറയാ, മനുഷ്യൻ എന്താകണമെന്നുള്ളത് വിധി കൽപ്പിക്കുന്ന ഒരു വിധികർത്താവ് ഈ രാത്രിയിൽ ഇവിടെ യാഗതനായി വന്നിട്ടുണ്ട്. മനുഷ്യന്റെ ഇഷ്ടമല്ല, മനുഷ്യന്റെ പദ്ധതിയല്ല, മനുഷ്യന്റെ സങ്കല്പമല്ല. ഒരു കുപ്പിച്ചിന്റെ പോലെ ഇവിടെ തകർന്ന് വീഴുമ്പോൾ ഇന്ന് രാത്രിയിൽ പ്രശ്നമുണ്ടായിട്ട്, കടഭാരമുണ്ടായിട്ട്, രോഗമുണ്ടായിട്ട് മുഴങ്കാലമടക്കി ദൈവത്തെ ആരാധിക്കുന്ന കാരണം ഒരു വിധി കൽപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അവനെ എന്തു തന്നെ ആയിരുന്നാലും നീതിയിലേക്ക് വിധി മാറ്റി. നമ്മൾ പറയാറുണ്ട്, എന്റെ വിധി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ തലയെടുത്ത് ഇങ്ങനെയാണ്, തലവര ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിധി കൽപ്പിക്കുന്ന ചില വിധികൾ എല്ലാം ദൈവം പറയുന്നു, എനിക്ക് നിന്നെ കുറിച്ചൊരു വിധിയുണ്ട്. ഞാൻ നിന്നെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ ഭാവിയെ കുറിച്ച് ഞാനൊന്ന് വിധി കൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ വെച്ച വിധിയല്ല, മനുഷ്യൻ വെച്ച വിധികളെ മാറ്റുവാൻ കഴിവുള്ള ദൈവമാണെന്ന് രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വായിച്ചത് എങ്ങനെയാണ്? നീതിയിലേക്ക്, നീതിയിലേക്ക് തിരിഞ്ഞു വരും. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. രാത്രി ന്യായവിധി നീതിയിലേക്ക് തിരിയും. പ്രൈസ് ദി ലോർഡ്. വായിക്കുക 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ വായിച്ചു. രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ മകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. യഹോവയുടെ കൽപ്പന പ്രകാരം യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിന്റെ വീട്ടിൽ വന്നിട്ട് തലേ തൊട്ട് ദൂത് പറയുകയാണ്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. കേൾക്കപ്പെട്ട ദൂരിന്റെ മുൻപിൽ മുഖം ഒന്ന് തിരിച്ചു ചുമരിനോട്. എന്താ കാര്യം? അടുത്തിരുന്ന വ്യക്തിയോടല്ല, സഹപാഠിയോടല്ല, കൂട്ടുകാരോടല്ല, വീട്ടുകാരോടല്ല മുഖം തിരിച്ചത്. അവൻ വ്യക്തിയോട് മുഖം തിരിച്ചു. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം പറയാം. എവിടെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടോ, എവിടെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ടോ, അത് കണ്ണുനീരിന്റെ മുൻപിലാണ്. ഇന്ന് രാത്രി മറന്നു കളയരുത്. വിധി കൽപ്പിക്കുന്ന ഒരു ദൈവം. പിന്നെ യഹോവയോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും. ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മുൻപ് താൻ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ താൻ നിർത്തിവെക്കുകയാണ്. ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുൻപിൽ നടന്നത്, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു. തന്റെ ഇടത്തോടെ പറഞ്ഞത്. ഇന്ന് രാത്രി എത്ര പേർക്ക് തന്റെ ഇടത്തോട് പറയാൻ കഴിയും, ഞാൻ പ്രസാദമുള്ളതാണ് ചെയ്തിരുന്നത്? ഈ 2025 പ്രസാദമുള്ളതാണ് ഞാൻ ദൈവത്തിന് ചെയ്തതെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഈ 2025 ഈ അവസാന ചൊവ്വാഴ്ച ദൈവം ദാനം തന്നത് ഓർത്തിട്ട് ഇന്ന് രാത്രി ആരാധിക്കുമ്പോൾ തന്റെ ഇടത്തോട് ഉറപ്പോട് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹിസ്കിയാവിനെ പോലെ പ്രവാചകൻ വന്ന് ഹിസ്കിയാവിനോട് ദൂത് പറയുമ്പോഴും ഹിസ്കിയാവിന് പറയുന്ന കാര്യമുണ്ട്, ഞാൻ ദൈവത്തിന് എന്ത് ചെയ്തു? പ്രസാദമുള്ള ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി പ്രസാദമുള്ളതാണോ നമ്മൾ ചെയ്തത്? ഈ 2025 നമ്മൾ ദൈവത്തിന് പ്രസാദമുള്ളതാണോ ചെയ്തത്?
ഇന്ന് രാത്രി ഒരു പരിശോധന നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ട് നോക്ക്, എന്നാൽ യെശയ്യാ പ്രവാചകൻ നടുമുറ്റം വിട്ട് പോകും മുൻപ് യഹോവയുടെ അരുളപ്പാടുണ്ടായത്, നീ മടങ്ങിച്ചെന്ന് ഹിസ്കിയാവോട് പറയട്ടെ. ജനത്തിന്റെ പ്രഭുവായിരിക്കുന്ന ഹിസ്കിയാവോട് പറയുന്നത്, പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടുന്ന രാത്രിയിലും പ്രാർത്ഥന കേട്ടി കേൾക്കുന്ന ദൈവം. എന്താ പ്രവാചകൻ പറഞ്ഞത്? നീ മരിച്ചു പോകുമെന്ന് ഹിസ്കിയാവിനോട് ദൂത് പറയുമ്പോൾ ദൈവം പറഞ്ഞ ആലോചനയാണ്, ദൈവം പറഞ്ഞ വിധിയാണ്. പക്ഷേ ആ പ്രവാചകൻ പടിമുറ്റ മടങ്ങുന്നതിന് മുൻപ് ഹിസ്കിയാവ് ചുമരിലോട്ട് മുഖം തിരിച്ചിട്ട് കണ്ണീരോട് നിലവിളിക്കാനിടയായി. നിലവിളി സ്വർഗത്തിലെത്തിയപ്പോൾ പ്രവാചകൻ ഇറങ്ങി പടിമുറ്റ മടങ്ങുന്നതിന് മുൻപ് തിരിച്ച് വിധിയെ തിരുത്തിയൊരു ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഈ രാത്രി ദൈവത്തെ ആരാധിക്കുമ്പോൾ ചിന്തിച്ചോണം, തിരിച്ചു നിനക്ക് വേണ്ടി വിധി കൽപ്പിച്ച ഒരവസരമാണ് ദൈവം തന്നിരിക്കുകയാണ്. മറുകളയരുന്ന പ്രവാചകൻ ദൈവം പറഞ്ഞതുപോലെ പോയി ദൂത് പറഞ്ഞതാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കെന്ന് പറഞ്ഞപ്പോൾ അതേ പ്രവാചകനോട് തിരിച്ചു പറയുന്നു, നീ തിരിച്ചു പറയണം, നിന്റെ ആയുസ് 10 മടക്കി നീട്ടിയിരിക്കുകയാണ്. ഇന്ന് രാത്രി വിധി കൽപ്പിച്ചവൻ തിരിച്ചുന്ന രാത്രിയാ തീരട്ടെ. യോഗ്യത കണ്ടിട്ടല്ല, ശ്രേഷ്ഠത കണ്ടിട്ടല്ല, സൗന്ദര്യം കണ്ടിട്ടല്ല, പണം കണ്ടിട്ടല്ല, കുടുംബം കണ്ടിട്ടല്ല. ഇന്ന് രാത്രി നിന്റെ കണ്ണിന്റെ മുൻപിൽ വിധിയെ അവർ തിരിക്കുന്ന ദൈവം. രാത്രി വിളിച്ചു പറയട്ടെ, പ്രവാചകനോട് പറഞ്ഞ ദൂത് ദൈവം വ്യാജം പറയും, ദൈവം മനുഷ്യനല്ല. അനുഭവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. ഇന്ന് രാത്രി മാറ്റി പറഞ്ഞ നമ്മുടെ വിധിയെ മാറ്റുവാൻ കഴിയും. എങ്ങനെ കഴിയും? കണ്ണുനീരിന് കഴിയും. ഈ രാത്രിയിൽ കണ്ണുനീരൊടുക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. ആരും അറിയാതെ മുഴങ്കാല് മടക്കിക്കൊണ്ട് രാത്രിയെ പകലാക്കിക്കൊണ്ട് മുഴങ്കാല് മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി 2025 ഈ സമാപന ചൊവ്വാഴ്ച രാത്രിയിൽ കണ്ണുനീരിന്റെ നടുവിൽ പറഞ്ഞ വിധിയെ മാറ്റിയൊരു ദൈവം. ഇന്ന് രാത്രി ദൈവം നമുക്ക് ആയുസ് തന്നത് ഈ 2025 സമാപന നിമിഷവും ദൈവത്തെ ആരാധിക്കുന്ന ആയുസിന്റെ കാരണം പ്രവാചകനോട് മാറ്റി പറയുവാൻ വിധിയെ മാറ്റിയ ദൈവമുണ്ട്. ആ ദൈവം രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. രാത്രി പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാൻ കഴിയും, എനിക്ക് പറയാൻ കഴിയും, എന്റെ വിധിയെ മാറ്റിയൊരു ദൈവം, മാറ്റിയ ഒരു ദൈവം, എഴുതിയ ഒരു ദൈവം. രാത്രി നമ്മുടെ വിധികളെ മാറ്റുന്ന ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഹിസ്കിയാവിനോട് കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു. എന്താ കണ്ടത്? കണ്ണുനീര്. നടന്നതല്ല അവൻ കണ്ടത്, പരമാർത്ഥ ഹൃദയത്തോട് ആരാധിച്ചതല്ല കണ്ടത്, അവന്റെ കണ്ണുനീര കണ്ടത്. ഇന്ന് രാത്രി മുഴങ്കാല് മടക്കി ദൈവസ്ഥലിൽ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യം പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയമുള്ള നടുവിലും ആത്മനിറവ് വിളിച്ചു പറയാം, നിന്റെ കണ്ണുനീര് കണ്ടിട്ട് മറികടക്കാത്തൊരു ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ വിഷയത്തിന് പരിഹാരം തന്ന് വിധി കൽപ്പിച്ചൊരു ദൈവമുണ്ടല്ലോ. ആ വിധിയെ അവ തിരുത്തിയെഴുത ദൈവം. നിലവെ പട്ടണ ഉന്മൂലനാശം പെടുത്തുമെന്ന് ദൈവം പറഞ്ഞത് ഊതുണ്ട്. പക്ഷേ ആ ദൂതിനെ ദൈവം തിരുത്തി എഴുതി. ഇന്ന് രാത്രി ചില വിധികളെ ദൈവം തിരുത്തി എഴുതി. 2025 സ്വാധീന അവസാനത്തെ ചൊവ്വാഴ്ചയിലും ആത്മാർത്ഥത വിളിച്ചു പറയാം, ദൈവം ചില വിധിയെ തിരുത്തിയിടുന്നു കേട്ടോ. ദൈവം പറഞ്ഞത് ദൈവം മാറ്റി പറയും. ഇന്ന് രാത്രികാലം എന്തിനാണെന്നറിയാമോ? കണ്ണുനീരിന്റെ മുൻപിൽ, നിലവിളിയുടെ മുൻപിൽ അവന്റെ കണ്ണുനീര് കണ്ടിരിക്കുകയാണ്. രാത്രി നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം. കണ്ണുനീര് കണ്ടാൽ മറികടക്കുന്ന ദൈവമല്ല.
കൂരിൻ താഴ്വരെ കൂടി നടന്നാലും ഞാൻ അനർത്ഥം ഭയപ്പെടുകയില്ല. ഇന്ന് രാത്രിക്കാലം വിളിച്ചു പറയട്ടെ, കൂരിന്റെ താഴ്വരകൾ അനവധി താണ്ഡവാടി നിന്നപ്പോഴും അതിന്റെ നടുവിൽ കൂടിയിരുന്ന് നമ്മെ സഹായിയായി നല്ല പിതാവായി നമ്മോട് കൂടിയിരുന്ന കരയണ്ടെന്ന കണ്ണുനിരപ്പ് ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് രാത്രിയിലും ആ ദൈവം നമ്മെ കരം പിടിച്ചിട്ട് പറയുകയാണ്, 2025 സമാപനമാണെങ്കിലും ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വിധിയെ തിരുത്തിയിടുന്ന ദൈവം. പ്രവാചകൻ വന്ന് ദൂത് പറയുന്നു, പക്ഷെ അതേ വിധി അതേ ദൂത് പ്രവാചകൻ പടി ഇറങ്ങുന്നതിന് മുൻപ് ആ പ്രവാചകനോട് തിരിച്ച് ദൂത് പറയുക, നീ ചെന്ന് പറയാം ഇല്ലേ, മാറ്റി പറഞ്ഞു. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചിലത് മാറ്റി പറയാൻ. എന്തിനാ മാറ്റി പറഞ്ഞത്? കണ്ണുനീര് കൊണ്ട് ഇന്ന് രാത്രി മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീരൊഴുക്കി ഹിസ്കിയാവിന് വേണ്ടി അവൻ വിധിയെ മാറ്റി എഴുതി. പരമാർത്ഥമുള്ളവർക്ക് വേണ്ടി വിധിയെ മാറ്റിയിരുന്ന ദൈവം ഈ രാത്രി നമുക്ക് വേണ്ടി വിധിയെ മാറ്റുന്ന ദൈവമാണ്. പ്രവാചകൻ വന്ന് ദൂത് പറയുമ്പോഴും മുഴങ്കാൽ മടക്കിക്കൊണ്ട് ചുവലിനോട് മുഖം തിരിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു, ഞാൻ നിന്റെ മുൻപിൽ നടന്നത് നീ എന്നെ ഓർക്കണമേ. പക്ഷെ ദൈവം കണ്ടത് നടന്നൊന്നുമല്ല, കണ്ടത് അവന്റെ കണ്ണുനീരായിരുന്നു. ഇന്ന് രാത്രി കണ്ണുനീരിന്റെ മുൻപിൽ വിധിയെ തിരുത്തിയിട്ടു ദൈവം. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീര് കണ്ടാൽ മറികടക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി അവൻ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യണം. വായിച്ചപ്പോൾ വായിച്ചു. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ദൈവം പറയാണ്, നീ 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിലേക്ക് പോകും. യഹോവയുടെ ആലയത്തിൽ ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. നീ ആലയത്തിൽ മടങ്ങി ചെല്ലും. നിന്റെ ആയുസ്സിനെ ഞാൻ 15 സംവത്സരം കൂട്ടും. ഇന്ന് രാത്രിയിലും വാട്ടത്തം വിട്ടുമാറുന്നത് വാട്ടത്തമുള്ളത് കൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ആയുസിനെ കൂട്ടിയൊരു ദൈവം ഉണ്ടല്ലോ. ഈ 2025 ഈ അവസാന നിമിഷങ്ങളിലും നമ്മുടെ ആയുസിനെ കൂട്ടിത്തന്നൊരു ദൈവം. തലമുടി നരച്ചിട്ടും കണ്ണിന്റെ കാഴ്ച മങ്ങയിട്ടും ശരീരം ക്ഷയിച്ചിട്ടും മങ്ങാത്ത നരയ്ക്കാത്ത ക്ഷയിക്കാത്ത ദൈവീയ വാറ്റത്തമായിട്ട് മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഓർത്തിട്ട് ഇന്ന് രാത്രി നമ്മുടെ കരങ്ങൾ ഉയരട്ടെ, നമ്മുടെ ആദരങ്ങൾ തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന രാത്രിയാ തീരട്ടെ. വിലാപത്തെ നൃത്തമാക്കുന്നവർ, കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവം, കരയെന്ന് അരുളി ചെയ്യുന്നവർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ കരങ്ങളുടെ രാത്രി നമ്മെ പിടിക്കുന്ന രാത്രിയാകട്ടെ. എത്രയോ വ്യക്തികൾക്ക് പിതാവ് നഷ്ടപ്പെട്ടു, എത്രയോ വ്യക്തികൾക്ക് മാതാവ് നഷ്ടപ്പെട്ടു, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, ഒരു അവസരം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ ഹിസ്കിയാവിന്റെ ആയുസ്സിനെ 15 സംവത്സരം നീട്ടിക്കൊടുത്തു. എന്തുകൊണ്ട്? കണ്ണുനീരുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ആകാശത്തിന്റെ കടികാരത്തിന്റെ സൂചിയെ തിരിച്ചു മുന്നിലേക്ക് പോയതിനെ തിരിച്ചു പിടിച്ചു. ഇന്ന് രാത്രി ചില തിരിച്ചു പിടിക്കണം. ഇറങ്ങിപ്പോയ സൂചിയെ തിരിച്ചു പിടിക്കാൻ പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരിനെ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി കാലം വിളിച്ചു പറയട്ടെ, രാജാവിന്റെ കടികാരത്തിന്റെ സൂചിയെ തിരിച്ചു കറക്കാൻ ഒരു കണ്ണുനീരിനെ കഴിയും. പ്രവാചകനെ തിരിച്ചു കൊണ്ടുവരുവാൻ, തിരിച്ചു മാറ്റി പറയാൻ കണ്ണുനീരിനെ കഴിയും. ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയാ. വിധിയുടെ നടുവിൽ വിധിയെ മാറ്റിയിരിക്കൊണ്ടിരുന്ന രാത്രിയിൽ പ്രവാചകൻ പറഞ്ഞതൂത് ഇറങ്ങിയതിനെ തിരിച്ചെന്ന് മാറ്റിപ്പറപ്പിച്ചത് ഒരു കണ്ണുനീരാണെങ്കിൽ, ആകാശത്തെ കടികാരത്തിന്റെ സൂചിയെ തിരിച്ചു കറക്കിയത് കണ്ണുനീരാണെങ്കിൽ, ആയുസ്സിനെ 15 വർഷം നീട്ടിക്കൊടുത്തത് കണ്ണുനീരാണെങ്കിൽ, ഈ 2025 അവസാന ചൊവ്വാഴ്ച പകലും നിന്റെ ആയുസ്സിനെ നീട്ടി തലതോർത്തിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന രാത്രിയാകട്ടെ. കണ്ണുനീര് കണ്ടാൽ മറികടക്കാത്ത ദൈവം. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. തമിഴ് വായിച്ചത്, ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. നോക്ക്, നിന്നെ ഞാൻ വിടുവിക്കാൻ പോവുകയാണ്. അശൂർ രാജാവിന്റെ കയ്യിൽ ഞാൻ നിന്നെ വിടുവിക്കും. വാഴ്ത്തത്വം നമ്മുടെ മേൽ നിന്ന് രാത്രി വിട്ടുകളയരുത്. ശത്രു എത്ര ബലത്തോട് വന്നാലും ദൈവം പറഞ്ഞു, ഇനി നീ തകരുകയില്ല. ഇനി നിന്നെ ഞാൻ രാജാവിനെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. യാക്കോബിന്റെ ലേഖനം 2:13 വായിച്ചു. യാക്കോബിന്റെ ലേഖനം 2:13.
കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ കാണിക്കാത്തവന് കരുണ കാണിക്കാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ചു പ്രശംസിക്കും. നോക്ക്, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്ന രാത്രി നമ്മുടെ കരമൊക്കെ കർത്താവിനെ സ്തുതിക്കുക. കരുണ ന്യായവിധിയെ റോമാലേഖനം 5:1 വായിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. സമാധാനം കെടുത്താൻ പിശാച് ഈ ലോകത്തിന്റെ പ്രഭു എഴുന്നേൽക്കുമ്പോൾ ഇന്ന് രാത്രി സമാധാനം തന്ന കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല. ഇന്ന് രാത്രി ആ സമാധാനത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 17-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 12:7. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു. ദൈവം പറയുന്നു, യാഗത്തിനല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്ന. രാത്രിയിൽ യാഗത്തിനല്ല കരുണയിൽ പ്രസാദിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ എന്താകുമെന്നുള്ളതും അവൻ എന്തായി തീരുമെന്നുള്ളതും ദൈവം വിധിച്ചിരിക്കുന്ന ഒരു വിധിയാണ്. പക്ഷെ ആ വിധിയെ ദൈവം തിരുത്തുന്നൊരു ദൈവം ഇല്ലേ? എങ്ങനെ തിരുത്തും? കണ്ണുനീരിന് നടുവിൽ. രാത്രി നമ്മുടെ കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുനീര് കണ്ടാൽ മറികടക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ കാണുന്ന ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖം. പരമരമേശ പരമരുളേശ നീയത്രേയും ലക്ഷ്യസ്ഥാനം. ഓ പരമരമേശ പരമരുളേശ നീയത്രേയും ലക്ഷ്യസ്ഥാനം. നിന്റെ എല്ലാ നാടത്തിപ്പും എന്റെ ഭാഗ്യമേറാവല്ലോ. നിന്റെ എല്ലാ നാടത്തിപ്പും എന്റെ ഭാഗ്യമേറാവല്ലോ. വരവരമേശ വരമരുളേശ നീയത്രേയും ലക്ഷ്യസ്ഥാനം. ആമേൻ. വരവരമേശ വരമരുളേശ നീയത്രേയും
അവനെന്താകുമെന്നുള്ളത് ദൈവത്തിന്റെ വിധിയാണ്. ഈ 2025 ഈ സമാപന ചൊവ്വാഴ്ച രാത്രി ഒരു മനുഷ്യൻ എന്താകുമെന്നുള്ള വിധി കൽപ്പിച്ച വിധി കർത്താവിന്റെ രാത്രിയിൽ കണ്ണിന്റെ നടുവിൽ വിധിയെ തിരിഞ്ഞിടുന്ന ആ ദൈവമകത്തുള്ള രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി ദൈവത്തിന്റെ രാത്രിയിലും ദൈവം നമ്മെ ഉറപ്പിക്കേണ്ടതായിരുന്നു. വരും ദിവസങ്ങളിൽ വലിയ വാഴ്ത്തത്വങ്ങളോടെ ദൈവം നമ്മെ നടത്തുവാൻ ഈ വചനങ്ങളാ കർത്താവ് അനുഗ്രഹിക്കണേ അവസരം ഒരുക്കിയ വാത്സല്യ വിശുദ്ധന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം നന്ദി അറിയിക്കുന്നു. കർത്താവ് എവരെയും അനുഗ്രഹിക്കണേ. അനുഗ്രഹമായിരിക്കുന്ന നല്ല സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നതിനായി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഹല്ലേലൂയ ദൈവിക ആമേൻ നിയോഗപ്രകാരം ദൈവം കൊടുത്ത ആലോചന പ്രകാരം ആമേൻ എഴുതിയ ആമേൻ ഒരു പുസ്തകമാണ് നമ്മൾ രാത്രികാലം വായിച്ചു കേട്ടത്. ആമേൻ ഹല്ലേലൂയ. ഒരുവൻ എന്ത് തന്നെ ആയിരുന്നാലും അവന് പണ്ട് തന്നെ പേർ വിളിച്ചിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. എന്നും മനുഷ്യൻ എന്താകുമെന്ന് വിധിച്ചു വിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ആമേൻ പേർ ചൊല്ലി വിളിച്ചവനും അവൻ എന്താകുമെന്ന് ആമേൻ ഹല്ലേലൂയ മുൻകൂട്ടി ആമേൻ ഹല്ലേലൂയ വിധിച്ചവനുമായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അവൻ എന്തൊക്കെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവസന്നിധി പറഞ്ഞാൽ നമ്മൾ എന്തായി തീരണമെന്നും നമ്മൾ എങ്ങനെ ആയിത്തീരണമെന്നും ആമേൻ നമ്മെ കുറിച്ച് നന്നായി അറിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതറിയണമെങ്കിൽ ഹല്ലേലൂയ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ആമേൻ യെരമ്യാ പ്രവാചകനോട് ദൈവം പറയുന്നു, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു, നീ എന്തായി തീരണമെന്നും നീ ആരായി മാറുമെന്നും ഞാൻ നിന്നെ ആമേൻ ഹല്ലേലൂയ എന്താക്കി വെച്ചിരിക്കുന്നു എന്നും ഞാൻ മുൻകൂട്ടി ആമേൻ തീരുമാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് രാത്രി കാലം ആമേൻ ഹല്ലേലൂയ നമ്മളൊക്കെ എങ്ങനെ ആയിരുന്നു എന്നും ആമേൻ എങ്ങനെ ആയി തീരണമെന്നും ആമേൻ ഹല്ലേലൂയ എവിടെ എത്തിച്ചേരണമെന്നും ഒക്കെ നമ്മെ കുറിച്ച് അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഇന്ന് രാത്രി കാലം ആമേൻ ഹല്ലേലൂയ ദൈവിക സന്ദേശത്തിൽ കൂടി ആമേൻ നമ്മളെ ആമേൻ ഹല്ലേലൂയ ചൂണ്ടിക്കാണിക്കുവാനിടയായി തീർന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കാലം വചനം പറഞ്ഞ ദൈവദാസനെ ആമേൻ ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുടുംബമായി കർത്താവ് ആമേൻ അവരെ സഹായിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ അവസാന ആമേൻ വർഷത്തിന്റെ അവസാന ദിനമായിരിക്കുന്ന ഇന്ന് രാത്രി കാലം ഓർത്ത് നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി കാലം ഈ പ്രാർത്ഥന നമ്മളിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി കാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആമേൻ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ദൈവത്തിന്റെ